ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ചെമ്മീൻ്റെ അട ഉണ്ടാക്കിയിട്ട് 2 വാഴയില ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിനെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. ഓരോ തവണ ഫ്രിഡ്ജ് തുറക്കുമ്പോഴും ആ വാഴയില എന്നെ നോക്കി എന്നെ പുറത്തേക്ക് എടുക്കുന്നില്ലേ എന്നുള്ള ചോദ്യവുമായിട്ട് വന്നു. അപ്പോൾ ഞാൻ കരുതി ഏതായാലും നമുക്ക് മധുരമുള്ള ഒരു അടയും കൂടി ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റായിട്ടാണ് ഈ അട ഉണ്ടാക്കുന്നത്. ഇതെല്ലാവർക്കും അറിയാൻ പറ്റും, ശർക്കര അട. അപ്പോൾ എൻ്റെ അനിയത്തിക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഉമ്മ അടുക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. എനിക്കത് അത്ര വലിയ ഇഷ്ടമല്ല. അപ്പോൾ ഞാനിതുവരെ അത് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുമില്ല. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ വല്ലപ്പോഴും കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കാമെന്ന് കരുതി. ഞാൻ എന്ത് ചെയ്ത് ഞാനിവിടെ എനിക്ക് ഒരു ആവശ്യത്തിനുള്ള കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് ഒരു 2 ആണി വെള്ളം എടുത്ത് നല്ലപോലെ ഉരുക്കി അതൊന്ന് അരിച്ച് മാറ്റി അതിലേക്ക് ഒരു ബോക്സ് തേങ്ങയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതും പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഏലക്ക പൊടിച്ചതില്ലേ അതും ഇട്ട് പിന്നെ കുറച്ച് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഉപ്പും ചേർത്ത് നല്ലപോലെ ഇതിൻ്റെ ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കുക. ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നത് മാത്രം. അപ്പോൾ അങ്ങനെ ആ ഫില്ലിങ് നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മാവ് റെഡിയാക്കണം. അപ്പോൾ ഞാനിവിടെ നമ്മൾ ഒറോട്ടിയൊക്കെ ചുടുന്ന ഒറോട്ടിപ്പൊടി വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ് ഇട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ മാവ് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതുണ്ടാക്കുന്നതിന് മുൻപ് ഞാൻ ഉമ്മാനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അറിയാം, പക്ഷെ എന്നാലും എനിക്ക് ഉമ്മാനെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തൃപ്തിയാവുള്ളൂ. അങ്ങനെ വിളിച്ച് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ഇതാ മാവെല്ലാം നല്ലപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വാഴയെല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ ഈ കുഴച്ചെടുത്ത മാവിൽ നിന്നും ചെറിയ ബോൾ എടുത്തിട്ട് ഇതുപോലെ പരത്തി കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ഫില്ലിങ് ഇട്ട് കൊടുത്ത് ജസ്റ്റ് നമ്മൾ ആ ചെമ്മീൻ്റെ അട ആക്കിയതുപോലെ തന്നെ ഇതുപോലെ മടക്കി കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പണി. ഇതുപോലെ നമുക്ക് ഓരോന്നും തയ്യാറാക്കിയെടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതിവിടെ ഉണ്ടാക്കാറില്ല, ഫസ്റ്റ് ടൈം ആയിട്ട് ആക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ ഹസ്ബൻഡിന് വലിയ ഇഷ്ടമല്ല. പിന്നെ കുട്ടികൾക്കും വലിയ താല്പര്യം കാണിക്കാറില്ല. ഇടയ്ക്ക് പുറത്ത് പോയിട്ട് ചായ കുടിക്കുന്ന സമയത്തൊക്കെ അട വേണമെന്ന് ചോദിച്ചാൽ അവരും വേണ്ടാന്നാണ് പറയുന്നത്. ഇതേതായാലും വാഴയില ഉള്ളത് കൊണ്ടും ശർക്കര ഉള്ളത് കൊണ്ടും ഇതാക്കാമെന്ന് കരുതി അങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി, അടിപൊളി പറഞ്ഞു. അപ്പോൾ നമ്മളിതാ പരത്തിയെടുത്ത എല്ലാ അടയും ഇനി നമുക്ക് ആവിച്ചെമ്പിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിതെല്ലാം അതിലേക്ക് വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ വെന്തൊക്കെ കഴിഞ്ഞ് ചൂടാറിയതിന് ശേഷം ഞാൻ പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ അതിൽ നിന്നും ഒരു അട എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പൊട്ടിച്ച് കാണിച്ചു തരാം. ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരട തന്നെയായിരുന്നു. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.